ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ മുഖത്ത് നിന്നും ശരീരത്ത് നിന്നും ഒക്കെ പാടുകളും കരിവാളിപ്പും ഒക്കെ മാറ്റി നമുക്ക് സ്വാഭാവികമായിട്ടുള്ളൊരു കളർ ഉണ്ടല്ലോ, അതൊന്ന് ബ്രൈറ്റ് ആക്കാനും ഒരു ഗ്ലോ കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു 5 ഫേസ് പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതുകൂടാതെ നമുക്ക് നമ്മുടെ മുഖത്തിൻ്റെ ശരീരത്തിൻ്റെയൊക്കെ നിറം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റും കൂടി ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇപ്പോൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ബെല്ലൈക്കൺ വരും, അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്കായിരിക്കും അത് ആദ്യം കാണാൻ പറ്റുന്നത്. ടിപ്പ് നമ്പർ 5, ചെറുപയർ പൊടി ഉപയോഗിക്കുക. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടായിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ചെറുപയർ. അപ്പോൾ നമ്മൾ ഈ ചെറുപയർ എടുത്ത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പൊടിച്ചൊരു കുപ്പയിൽ സൂക്ഷിക്കാം. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് നമ്മുടെ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ആവശ്യമുണ്ടോ അതൊരു ബൗളിലേക്ക് എടുക്കുക. അതിൽ നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ, ഫ്രഷായിട്ട് തേങ്ങാപ്പാൽ എടുക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഈ ചെറുപയർ പൊടിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലും നെക്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ ഇത് വാഷ് ചെയ്ത് കളയാം. ടിപ്പ് നമ്പർ 4, ബേസൻ ഫ്ലവർ അല്ലെങ്കിൽ കടലമാവ് ഉപയോഗിക്കുക. നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കടലമാവ്. നമുക്ക് എത്രത്തോളം കടലമാവ് ആവശ്യമുണ്ടോ അതൊരു ബൗളിലേക്ക് എടുത്തതിന് ശേഷം കുറച്ച് ഹണി ആയിട്ട് ഇത് മിക്സ് ചെയ്യുക. ഈ മിക്സ്ചർ നമ്മുടെ സ്കിന്നിൽ എവിടെയൊക്കെ ആവശ്യമുണ്ടോ അവിടെയൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒരുപാട് അങ്ങ് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഉണങ്ങി തുടങ്ങുന്നൊരു സമയം ഉണ്ടാവുമല്ലോ, ആ സമയത്ത് നമുക്ക് ഇതൊന്ന് ഇങ്ങനെ റൗണ്ടായിട്ടൊന്ന് മസാജ് ചെയ്ത് വാഷ് ചെയ്ത് കൊടുക്കാം. ടിപ്പ് നമ്പർ 3, ഫുള്ളേഴ്സ് എർത്ത് അല്ലെങ്കിൽ മുൾട്ടാണി മിട്ടി യൂസ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ മുൾട്ടാണി മിട്ടി എന്ന് പറയുന്നത്. നമുക്ക് ഓയിലി സ്കിൻ ആയാലും നോർമൽ സ്കിൻ ആയാലും ഡ്രൈ സ്കിൻ ആയാലും എല്ലാവർക്കും ഒരേപോലെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് മുൾട്ടാണി മിട്ടി. നമ്മൾ ഈ മുൾട്ടാണി മിട്ടി ഒരു ബൗളിൽ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ സ്കിന്നിൽ എവിടെയൊക്കെ ആവശ്യമുണ്ടോ അവിടെ എല്ലാം ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. കടലമാവിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇത് ഫുള്ളായിട്ട് അങ്ങ് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട. ഏകദേശം ഒന്ന് ഡ്രൈ ആയി തുടങ്ങുന്ന സമയത്ത് ഒന്ന് റൗണ്ട് മസാജ് കൊടുത്തതിന് ശേഷം ഇത് വാഷ് ചെയ്ത് കളയാം. ടിപ്പ് നമ്പർ 2, റൈസ് ഫ്ലോർ അല്ലെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്യുക. ഒരു ബൗളിൽ അല്പം അരിപ്പൊടി എടുത്തതിന് ശേഷം അതിലേക്ക് 1-2 പിഞ്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് റോ മിൽക്ക് ഒഴിച്ച് ഇതൊരു നല്ല തിക്ക് പേസ്റ്റ് ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മിക്സ് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. ടിപ്പ് നമ്പർ 1, ഇരട്ടി മധുരം അല്ലെങ്കിൽ ലിക്കോറൈസ് പൗഡർ ഉപയോഗിക്കുക. ലിക്കോറൈസ് പൗഡറിൻ്റെ ഫേസ് പാക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. ആ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ ഐക്കാർട്ടിൽ കൊടുക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. ഒരു ബൗളിൽ കുറച്ച് ലിക്കോറൈസ് പൗഡർ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കേർഡ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയതിന് ശേഷം നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇത് അടുപ്പിച്ച് ഒരു 10 ദിവസമൊക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞ 5 ഫേസ് പാക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഫേസ് പാക്കാണ്. നിങ്ങളെല്ലാവരും ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇതാണ് എനിക്ക് പരിചയപ്പെടുത്താനുള്ള പ്രോഡക്റ്റ്. നമ്മൾ സാധാരണയായിട്ട് ഫേഷ്യൽ ചെയ്യാനും ഹെയറിൽ അപ്ലൈ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നത് ഉള്ളിൽ കഴിക്കാനുള്ള വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ്. എന്നാൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വിറ്റാമിൻ ഇ എൻറിച്ച്ഡ് ആയിട്ടുള്ള അലോവേര ഫേഷ്യൽ ഓയിലാണ്. നമ്മൾ സാധാരണ ഫേഷ്യൽ ചെയ്യാനും ഹെയറിൽ അപ്ലൈ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഈ ഫേഷ്യൽ ഓയിൽ ഇവിടെ മുകളിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു ക്യാപ്സ്യൂൾ ഞാനിപ്പോൾ ഒരു 1 മന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല എഫക്റ്റീവ് ആണെന്ന് കണ്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് ഞാനിവിടെ അടുത്തൊരു ഫാൻസി സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ സെയിം ബ്രാൻഡ് എനിക്ക് ഓൺലൈൻ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഓൺലൈൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് വാങ്ങിക്കാമല്ലോ. നമ്മുടെ മുഖത്തെ പാടുകളും കരിവാളിപ്പും ഒക്കെ മാറ്റുന്നതിനും മുഖത്ത് ചുളിവുകളൊന്നും ഉണ്ടാവാതെ നോക്കുന്നതിനുമൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. അതുമാത്രവുമല്ല, സൈഡ് എഫക്റ്റ് ഒന്നുമില്ലാതെ നമ്മുടെ മുഖത്തിൻ്റെ നിറം സ്വാഭാവികമായിട്ടൊന്ന് ബ്രൈറ്റൻ ചെയ്യുന്നതിനും ഇത് നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു ക്യാപ്സ്യൂൾ എടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ടിപ്പ് ഉണ്ടല്ലോ, അത് ഒരു ചെറിയ കത്രിക ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക.
ഇത് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിലും നെക്കിലും ഈ ഓയിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡോട്ടായിട്ട് ഇട്ടതിന് ശേഷം ഫേസിൽ നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ണാടി ഒന്നും ഫ്രണ്ടിലില്ലാത്തത് കൊണ്ട് എനിക്ക് ശരിക്കും ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കാണാൻ പറ്റുന്നില്ല. ഫേസ് നന്നായിട്ട് ക്ലീൻ ആയിട്ട് ഇരിക്കുമ്പോൾ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ മേക്കപ്പ് ഒന്നും ഉപയോഗിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് ഡയറക്റ്റ് യൂസ് ചെയ്ത് കാണിക്കുന്നത്. പിന്നെ ഒരു ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിന്നിലും ഇത് യൂസ്ഫുൾ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നന്നായിട്ട് ഓയിലി സ്കിന്നാണ് എൻ്റേത്. ഞാനിത് 1 മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് ഇത് ഉപയോഗിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ആക്നെ ഒന്നും ഉണ്ടായിട്ടില്ല, ബുദ്ധിമുട്ടുകളൊന്നും തന്നെ വന്നിട്ടില്ല എന്ന് പറയാം. എനിക്ക് ഈ ഒരു ക്യാപ്സ്യൂൾ കൊണ്ട് തന്നെ ഫേസും നെക്കും ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ക്യാപ്സ്യൂളും കൂടെ യൂസ് ചെയ്യാം. ഇതിങ്ങനെ യൂസ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഈ പ്രോഡക്റ്റ് എപ്പോഴും ബെഡ് ടൈമിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്തായാലും കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യുമല്ലോ. ആ ഒരു ടൈമിൽ ഈ ഓയിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഉറങ്ങി എഴുന്നേറ്റിട്ട് അടുത്ത ദിവസം രാവിലെ നമുക്ക് പയറുപൊടി ഉപയോഗിച്ച് ഒന്ന് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ആദ്യത്തെ യൂസിൽ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാവും. എന്നാലും ഒന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് ആയിരിക്കും. എല്ലാവരും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ഇനി ഇതിലും നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.